ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സിമ്പിളായിട്ടുള്ള 2 റെസിപ്പീസുമായിട്ടാണ് കേട്ടോ. അപ്പോൾ ഇന്ന് റമദാൻ 2 അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കിയ ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയും അതേപോലെ തന്നെ ഈസി പുഡിങ്ങിൻ്റെ റെസിപ്പിയുമാണ് കേട്ടോ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടിരിക്കുന്നത്. അപ്പോൾ സ്നാക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ക്രീമി ആയിട്ടുള്ള ചിക്കൻ ബോക്സിൻ്റെ ഒരു റെസിപ്പിയാണ്. അതേപോലെ തന്നെ റോസ് മിൽക്ക് പുഡിങ്ങും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഇതെങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം കേട്ടോ. ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഒരു വലിയ സൈസിലുള്ള സവാളയാണ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. സവാള ഇട്ട് കൊടുത്ത ശേഷം നമുക്കിനി ഇതിലേക്ക് പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ 2 പച്ചമുളകാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. അധികം എരിവില്ലാത്തത് കൊണ്ടാണ് കേട്ടോ 2 എടുത്തത്. അല്ലെങ്കിൽ ഒരു പച്ചമുളക് മതി. എരിവുള്ളതാണെന്നുണ്ടെങ്കിൽ ഒരു പച്ചമുളക് എടുത്താൽ മതി കേട്ടോ. അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തേക്കുന്നതാണ്. അതേപോലെ തന്നെ വെളുത്തുള്ളി പേസ്റ്റും 1 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ശേഷം നമുക്കിനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ അധികം അങ്ങോട്ട് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ചെറുതായിട്ടൊന്ന് സവാള ഒന്ന് വഴറ്റിയെടുത്താൽ മതി. എന്നിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനൊരു ബൗളിൽ ചിക്കന് വേവിച്ചതുണ്ടായിരുന്നു, അതങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിക്കൻ വേവിച്ചിട്ട് ഇങ്ങനെ കൈ കൊണ്ട് തന്നെ പിച്ചി എടുത്തതാണ്. മിക്സിയിലൊന്നും ഇട്ട് അടിച്ചിട്ടില്ല കേട്ടോ. ഇതേപോലെ തന്നെ ചെയ്താൽ മതി. കൈ കൊണ്ട് തന്നെ ഒന്ന് പിച്ചി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അത് ഞാൻ ആ ചിക്കനും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ശേഷം നമുക്കിനി ഇതിലേക്ക് മൈദ ആഡ് ചെയ്ത് കൊടുക്കണം. ഒരു 1.5 ടേബിൾ സ്പൂൺ മൈദയാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. മൈദ ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലാ ഭാഗത്തേക്കും ആകത്തക്ക രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ മൈദ എല്ലാ ഭാഗത്തേക്കും ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് 1 കപ്പ് പാലട്ട പാക്കറ്റ് പാൽ ഒഴിച്ച് കൊടുത്താൽ മതി. പാക്കറ്റ് പാൽ 1 കപ്പ് എടുത്തിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇനി എല്ലാം കൂടി അങ്ങോട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനി ഇതിപ്പോൾ ഒന്ന് കുറുകി വരണം കേട്ടോ. ഇപ്പം ഈ ഒരു സമയത്ത് നമുക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു 1/2 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടിയും അതേപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് എല്ലാം കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് ഇതൊന്ന് കുറുകി വരണം കേട്ടോ. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും ആകത്തക്ക രീതിയിൽ ഞാൻ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇനി ഇത് പെട്ടെന്ന് തന്നെ കുറുകിക്കോളും, മൈദല്ലേ. അതുകൊണ്ട് തന്നെ കുറുകി വരുന്ന ആ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് മതി. ഇതാണ് അതിൻ്റെ കറക്റ്റ് പരുവം കേട്ടോ. അപ്പോൾ നല്ല നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് തന്നെ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് കേട്ടോ. ഫ്രഷ് ക്രീമിൻ്റെയോ ഒന്നിൻ്റെയും തന്നെ ആവശ്യമില്ല. പക്ഷേ കഴിക്കുമ്പോൾ അതേ ഫീൽ തരുന്ന ഒരു നല്ല ടേസ്റ്റുള്ള സ്നാക്കാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ സമൂസ ഷീറ്റ് ഉണ്ടല്ലോ, അതെടുത്തിട്ട് ക്രോസ് ചെയ്തിട്ടാണ് കേട്ടോ വെച്ചേക്കണത്. ഇതേപോലെ ക്രോസ് ചെയ്ത് വെക്കുക. ശേഷം നമ്മുടെ ഫില്ലിങ് അതിൻ്റെ നടുക്കായിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഓരോ ലെയറായിട്ട് ഇങ്ങനെ മടക്കി വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതിന് മുകളിലായിട്ട് കണ്ടില്ലേ, മടക്കി വെക്കണതിന് മുമ്പായിട്ട് അവിടെ മൈദ കൊണ്ടിട്ട് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഗ്യാപ്പുള്ള സ്ഥലത്തൊക്കെ വീണ്ടും ഇതേപോലെ മൈദ വെച്ചിട്ട് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതേപോലെ എല്ലാം തന്നെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ബോക്സ് രൂപത്തിലായിട്ടില്ലേ. ഇനിയിപ്പോൾ ഇതൊന്നും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനുള്ളൂ. സിമ്പിളാണ്, വളരെ പെട്ടെന്ന് നമുക്ക് റംലാനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്കാണ് കേട്ടോ. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും, അത്രയും ടേസ്റ്റാണ്. അപ്പോൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നല്ല ക്രീമി ആയിട്ടുള്ള ഒരു ടെക്സ്ചറാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ. ഞാനിതൊന്ന് ചൂടാറിക്കതിന് ശേഷം ഒന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ചൂടാറിയിട്ടുണ്ട്, അതിന് ശേഷം കൊണ്ടാണ് ഞാൻ പൊട്ടിച്ചത്. കണ്ടില്ലേ, എന്നിട്ടും നോക്കിക്കുക, നല്ല ക്രീമി ആയിട്ട് കണ്ടോ അതിൻ്റെ ഉള്ളിലിരിക്കുന്നത്. നല്ല ക്രീമി ആയിട്ടുള്ളൊരു ടെക്സ്ചറിലാണ് നമുക്കിത് കിട്ടുക. കഴിക്കാനും അതേപോലെ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനി ഒരു ഈസി ആയിട്ടുള്ളൊരു സിമ്പിൾ പുഡിംഗ് ആണ് കേട്ടോ ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി പോണത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാക്കറ്റ് പാലാണ് കേട്ടോ എടുത്തേക്കുന്നത്. അതിലേക്ക് 1/4 കപ്പ് പാൽപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സിമ്മിലിട്ടിട്ടാണ് കേട്ടോ ഞാൻ ചെയ്യണത്. അല്ലെങ്കിൽ പിന്നെ പാൽപ്പൊടി അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കട്ട ഇട്ടൊക്കെ ഇരിക്കും. അപ്പോൾ നല്ലപോലെ ഇളക്കി കൊടുക്കാം. അപ്പോൾ കട്ടൊന്നും ഇല്ലാണ്ട് നല്ലപോലെ ഇതാക്കി കിട്ടും കേട്ടോ. അപ്പോൾ ഇപ്പുറത്തെ സ്റ്റൗവിൽ ഞാൻ ചൈന ഗ്രാസ് ഉരുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 10 മിനിറ്റ് നേരം ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്തെടുത്ത ശേഷമാണ് അടുപ്പത്തേക്ക് വെച്ചത്. ശേഷം നമുക്കിനി പാലിലേക്ക് ആവശ്യത്തിന്
പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ചിട്ട് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചൈന ഗ്രാസ് കൂട്ടുമ്പോൾ നമ്മുടെ മധുരം ഒന്ന് കുറയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതും കൂടി കണക്കാക്കി വേണം കേട്ടോ പഞ്ചസാര ഇട്ട് കൊടുക്കാനായിട്ട്. എന്നിട്ട് പിന്നെ റോസ് മിൽക്കിൻ്റെ എസൻസ് ഉണ്ടല്ലോ, അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അത് കളറിനനുസരിച്ചിട്ട് ഓരോ ഡ്രോപ്സ് ആയിട്ട് ഇങ്ങനെ ഇറ്റിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതേ ആവശ്യത്തിനുള്ള ഇതായിട്ടുണ്ട്. ഇനി നമുക്ക് ആ ചൂടോട് കൂടി തന്നെ ചൈന ഗ്രാസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ രണ്ടും ഒരേ ചൂടിലായിരിക്കണം. അപ്പോൾ എങ്കിൽ മാത്രമേ നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഒരേ ചൂടിൽ തന്നെ വെച്ചിട്ട് വേണം ഈ ചൈന ഗ്രാസ് വീത്തി കൊടുക്കാനായിട്ട്. ശേഷം നമുക്കിനി ഇത് പുഡിങ് ട്രേയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ദേ ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ ചൂടാറിക്കഴിഞ്ഞ ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ബദാം ഗ്രേറ്റ് ചെയ്തെടുത്തതുണ്ടായിരുന്നു, അത് മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ പുഡിങ് കഴിക്കുമ്പോൾ കടിക്കാൻ കിട്ടുമ്പോൾ ഒരു സുഖമാണല്ലോ. അപ്പോൾ ഈ ചൂട് സമയത്തും നോമ്പിനൊക്കെ ഇതേപോലെ സിമ്പിളായിട്ട് പുഡിങ്ങൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ നല്ലതാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും. അപ്പോൾ ദേ ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിനി നൈഫ് കൊണ്ട് തന്നെ അടത്തി കൊടുക്കേണ്ട ആവശ്യം തന്നെ ഇല്ല കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതേ ഉള്ളൂ. അത്ര ഈസി ആയിട്ട് ഇതിങ്ങനെ പോരും. അപ്പോൾ ദേ ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് പ്ലേറ്റിൽ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ പുഡിങ്ങും കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ റെസിപ്പീസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ വീണ്ടും കാണാം. ബൈ ബൈ.